ഹായ് എവരിവൺ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അസിസ്റ്റൻറ്റ് ജയിലർ, അങ്ങനെ തുടങ്ങിയ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അന്നേരം ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഒരു ക്ലാസ് ആകുമ്പം എല്ലാം വളരെ ഡെപ്തായിട്ടാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ വളരെ ചെറിയ സമയത്തിനുള്ളിലൊരു ക്ലാസ് പോവുകയാണ്. ഇപ്പോഴത്തെ റീസെൻ്റായിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു ചോദ്യം വന്ന് കാണുന്നുണ്ട്. അന്നേരം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡൻറ്റുമാരാണ് ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്ന ടോപ്പിക്ക്. ആദ്യം അതിൽ നിന്ന് വന്ന PSC ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിൽ നിന്ന് വന്ന PSC ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 2025 സെക്രട്ടേറിയറ്റ് മെയിൻ്റെ പരീക്ഷയ്ക്ക്, അതായത് ഈ 2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ്റെ പരീക്ഷയ്ക്ക് PSC ചോദിച്ച ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ ശരിയായ കാലക്രമം താഴെ പറയുന്നവയിൽ ഏതാണ്? നേരത്തെയൊക്കെ ചോദിക്കുന്ന രീതിയിലല്ല ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ വളരെ ഡെപ്തിലാണ് വന്നിരിക്കുന്നത്. ആ ചോദ്യം തന്നെ നോക്കി, ഇന്ത്യൻ രാഷ്ട്രപതിമാരെ ശരിയായിട്ട് ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അവരുടെ കാലക്രമം അനുസരിച്ച് ശരിയായിട്ട് ഓർഡർ ചെയ്യാനായിട്ടാണ് PSC പരീക്ഷയ്ക്ക് വന്നത്. അന്നേരം നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻ 2025 ചോദിച്ച ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ ശരിയായ കാലക്രമം താഴെ പറയുന്നവയിൽ ഏതാണ്? 1 ഡോക്ടർ രാധാകൃഷ്ണൻ, 2 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, 3 ഡോക്ടർ സക്കീർ ഹുസൈൻ, 4 VV ഗിരി. നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്, ഓപ്ഷൻ 2. രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണനാണ്. മൂന്നാമത്തെ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈനാണ്. 4ാമത്തെ രാഷ്ട്രപതി VV ഗിരിയാണ്. അന്നേരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എ ആണ് ആൻസർ. 2, 1, 3, 4. എന്നാൽ ഇതാണ് ഇപ്പോഴത്തെ റീസെൻ്റ് ചോദ്യം. ഇനി നമുക്ക് അടുത്തൊരു PSC ചോദ്യം നമുക്ക് ഇവിടുന്ന് നോക്കാം. അടുത്ത PSC ചോദ്യം ഇവിടുന്ന് നമുക്ക് നോക്കാം. അന്നേരം രണ്ടാമത്തെ PSC ചോദ്യം, 2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് തന്നെ വന്ന മറ്റൊരു ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വനിത 2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ചോദ്യം. ആൻസർ പ്രതിഭ പാട്ടീലാണ്. അന്നേരം വീണ്ടും അടുത്ത ചോദ്യം, റിസർച്ച് അസിസ്റ്റൻറ്റ് ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ റിസർച്ച് അസിസ്റ്റൻറ്റിന് PSC ചോദിച്ച ചോദ്യം, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ആര് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആൻസർ VV ഗിരിയാണ്. അന്നേരം വീണ്ടും ആർക്കിടെക്ചറൽ അസിസ്റ്റൻറ്റിന് PSC ചോദിച്ച ചോദ്യം, പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ തലപ്പത്ത്, ഇന്ത്യയിൽ പാർലമെൻ്ററി സംവിധാനമാണ്, പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ തലപ്പത്ത് തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ തലപ്പത്ത് തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡ്. റിസർച്ച് ആർക്കിടെക്ചറൽ അസിസ്റ്റൻറ്റ് ഡിഗ്രി ലെവൽ പോസ്റ്റിന് ചോദിച്ച ഒരു ചോദ്യമാണ്. വീണ്ടും അടുത്ത കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് PSC ചോദിച്ച ചോദ്യം, 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആര്? ആൻസർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻറ്റിന് PSC ചോദിച്ച ചോദ്യം. വീണ്ടും അടുത്ത ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷയിൽ PSC ചോദിച്ച ചോദ്യം, UPSC ചെയർമാനെ നിയമിക്കുന്നതാര്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നതാര്? ആൻസർ പ്രസിഡന്റ്. വീണ്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് അതേ ചോദ്യം PSC ആവർത്തിച്ചിരിക്കുന്നു. നോക്കൂ, UPSC ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നതാര്? ഡെപ്യൂട്ടി കളക്ടറിൻ്റെ പരീക്ഷയ്ക്ക് UPSC ചെയർമാനെ നിയമിക്കുന്നതാരെന്നാണ് PSC ചോദിച്ചത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് UPSC ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നതാര്? പ്രസിഡന്റ്. അന്നേരം ഞാൻ ഇത്രയും ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ചോദ്യമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ ചോദ്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർഡറായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നു. ചിലപ്പോൾ ആ ഓർഡർ പഠിക്കുമ്പം തന്നെ നമ്മളെ തേടി PSC പരീക്ഷകളിലെ ഒരു മാർക്ക് നമുക്കെത്തും. PSC പരീക്ഷകളിലെ ഒരു മാർക്ക് ഈ ഓർഡർ പഠിക്കുമ്പം തന്നെ നമ്മളെ തേടി PSC പരീക്ഷയിലെ ഒരു മാർക്ക് ഉണ്ടാവും. അന്നേരം നമുക്ക് തുടങ്ങാം. ഇന്ത്യയുടെ പ്രസിഡൻറ്റുമാർ 1 ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1950 മുതൽ 1962 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ്, 12 വർഷം.
ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ്. PSCയുടെ ചോദ്യം കണ്ടിട്ടില്ലേ? PSC പരീക്ഷയിലെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആര്? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1950 മുതൽ 62 വരെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. അതായത് പക്ഷേ 1950 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് 1952 50 രാജേന്ദ്ര പ്രസാദ് പ്രസിഡൻ്റായി എങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് 1952 1952 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡൻ്റായത് KT ഷായെ പരാജയപ്പെടുത്തിയാണ്. ഭരണഘടനാ വിദഗ്ധനായ KT ഷായാണ് അന്ന് രാജേന്ദ്ര പ്രസാദിനെതിരെ മത്സരിച്ചത്. ആ KT ഷായെ പരാജയപ്പെടുത്തി 1952 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി. KT ഷായിൽ നിന്നൊരു PSC ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ബാങ്കിൻ്റെ സൗകര്യാർത്ഥം പണമാക്കി മാറ്റുവാൻ കഴിയുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചതാണ് KT ഷായാണ്. അത് PSC ചോദ്യമാണ്, ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ചോദ്യമാണ്. ബാങ്കിൻ്റെ സൗകര്യാർത്ഥം പണമാക്കി മാറ്റുവാൻ കഴിയുന്ന ചെക്കാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞത് KT ഷായാണ്. ആ KT ഷായെ പരാജയപ്പെടുത്തി 1952 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി. എന്നാൽ വീണ്ടും 5 വർഷം കഴിഞ്ഞ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 1957 വീണ്ടും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി ചൗധരി ഹരിറാമിനെ പരാജയപ്പെടുത്തി. 57 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രസിഡൻ്റായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. എന്നാൽ ഈ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആര്? ഡോക്ടർ രാധാകൃഷ്ണൻ. അതായത് നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്, അല്ലേ? സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ 1962 മുതൽ 1967 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ്. 1962 മുതൽ 1967 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ്. നമ്മൾ പല PSC പരീക്ഷയിലും കണ്ടിട്ടുണ്ട് ഇന്ത്യ ചൈന യുദ്ധം നടന്നത് 1962. ഇന്ത്യ ചൈന യുദ്ധം നടന്നത് 1962. 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ. ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 1962 മുതൽ. ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഇന്ത്യയിലെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ 1962 മുതൽ 1967 വരെ ഇന്ത്യയുടെ പ്രസിഡന്റാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. ഡോക്ടർ രാധാകൃഷ്ണൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ചൗധരി ഹരിറാമിനെയാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ചൗധരി ഹരിറാമിനെ. അന്നേരം ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റാര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രസിഡന്റാര്? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ. തത്വജ്ഞാനിയായ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആര്? ഡോക്ടർ സക്കീർ ഹുസൈൻ. 1967 മുതൽ 69 വരെ 2 വർഷം മാത്രം. ഔദ്യോഗിക പദവിയിലിരുന്ന് മരണമടഞ്ഞ പ്രസിഡന്റാണ്. അന്ന് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു. 1969 മെയ് 3 ഡോക്ടർ സക്കീർ ഹുസൈൻ ഔദ്യോഗിക പദവിയിലിരുന്ന് മരണമടഞ്ഞു. അതുകൊണ്ടാണ് PSC ചോദ്യം, ഔദ്യോഗിക പദവിയിലിരുന്ന് മരണമടഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഔദ്യോഗിക പദവിയിലിരുന്ന് മരണമടഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ഡോക്ടർ സക്കീർ ഹുസൈൻ. 1969 മെയ് 3 ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഡോക്ടർ സക്കീർ ഹുസൈൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ആര്? ഡോക്ടർ സക്കീർ ഹുസൈൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് കൊക സുബ്ബറാവുവിനെ. ഡോക്ടർ സക്കീർ ഹുസൈൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ആരെ? കൊക സുബ്ബറാവുവിനെ. ഡോക്ടർ സക്കീർ ഹുസൈൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ആരെ? കൊക സുബ്ബറാവുവിനെ. കൊക സുബ്ബറാവു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കൊക സുബ്ബറാവു. അദ്ദേഹമായിരുന്നു സക്കീർ ഹുസൈനെതിരെ മത്സരിച്ച പ്രധാന എതിരാളി. കൊക സുബ്ബറാവുവിനെ പരാജയപ്പെടുത്തി സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ 1967 പ്രസിഡൻ്റായി.
അന്ന് സക്കീർ ഹുസൈനെതിരെ മത്സരിച്ച മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു മനോഹര ഹോൾക്കർ. സക്കീർ ഹുസൈനെതിരെ മത്സരിച്ച മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു മനോഹര ഹോൾക്കർ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിതയാര്? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് പ്രതിഭ പാട്ടീലാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത മനോഹര ഹോൾക്കർ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിതയാരെന്ന് ചോദിച്ചാൽ മനോഹര ഹോൾക്കർ. പക്ഷേ മനോഹര ഹോൾക്കറിന് ഒരു വോട്ട് മാത്രമാണ് ലഭിച്ചത്. അങ്ങനെ സക്കീർ ഹുസൈൻ അങ്ങനെ പ്രസിഡൻ്റായി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത മനോഹര ഹോൾക്കർ. ഇനി നമ്മൾ നാലാമത്തെ, ഇപ്പം 3 പേരായി അല്ലേ? ഇപ്പം 3 പേരായി. ഇപ്പം നിങ്ങൾ ആ ഓർഡർ എപ്പോഴും മനസ്സിലുണ്ടാവണം. ആ 3 പേരായി. ആ 3 പേരാരൊക്കെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ 4ാമത്തെ പ്രസിഡന്റ് വി വി ഗിരി. ഇന്ത്യയുടെ 4ാമത്തെ പ്രസിഡന്റ് വി വി ഗിരി. വി വി ഗിരിയുടെ പ്രത്യേകത, കേരള ഗവർണറായതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായി. കേരള ഗവർണറായതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ്. PSC ചോദ്യമാണ്. 1960 മുതൽ 1965 വരെ കേരള ഗവർണറായിരുന്നു വി വി ഗിരി. 1960 മുതൽ 1965 വരെ കേരള ഗവർണറായിരുന്നു വി വി ഗിരി. കേരള ഗവർണറായതിനു ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായത്, കേരള ഗവർണറായതിനു ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായത് ആര്? വി വി ഗിരിയാണ്. വി വി ഗിരി. അങ്ങനെ സക്കീർ ഹുസൈൻ ഔദ്യോഗിക പദവിയിലിരുന്ന് അന്തരിച്ച സമയത്ത് അന്നത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന വി വി ഗിരി ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡൻ്റായി. കാര്യം വൈസ് പ്രസിഡൻറ്റ് ഔദ്യോഗിക പദവിയിലിരുന്ന് അന്തരിച്ചാൽ വൈസ് പ്രസിഡൻറ്റ് ആക്ടിംഗ് ആവും. അതുകൊണ്ടാണല്ലോ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് PSC ചോദിച്ചത് ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡൻ്റ് ആര്? വി വി ഗിരി. ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡൻ്റ് ആര്? വി വി ഗിരി. അങ്ങനെ ഇന്ത്യയുടെ 4ാമത്തെ പ്രസിഡന്റ് വി വി ഗിരി. വി വി ഗിരിയുടെ പ്രധാന എതിരാളി നീലം സഞ്ജീവ റെഡ്ഡി. വി വി ഗിരിയുടെ പ്രധാന എതിരാളി ആര്? നീലം സഞ്ജീവ റെഡ്ഡി. അന്ന് കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി. എന്നാൽ വി വി ഗിരി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ഇന്ദിരാഗാന്ധി മനസ്സാക്ഷി വോട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വി വി ഗിരിക്ക് അനുകൂലമായി MP-മാർ വോട്ട് ചെയ്തു. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. അങ്ങനെ കോൺഗ്രസ് പിളർന്നു. കോൺഗ്രസ് പിളർന്നത് 1969 കോൺഗ്രസ് പിളർന്നത്. കോൺഗ്രസ് പിളർന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ നീലം സഞ്ജീവ റെഡ്ഡിയെ പരാജയപ്പെടുത്തി വി വി ഗിരി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. എന്നാൽ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം വീണ്ടും ഇന്ത്യയുടെ പ്രസിഡൻ്റായത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നീലം സഞ്ജീവ റെഡ്ഡി വീണ്ടും ഇന്ത്യയുടെ പ്രസിഡൻ്റായി 1977. അന്നേരം ഇന്ത്യയുടെ 4ാമത്തെ പ്രസിഡൻ്റാണ് വി വി ഗിരി. നീലം സഞ്ജീവ റെഡ്ഡിയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡൻ്റാണ് വി വി ഗിരി. ഇനി അടുത്ത 5ാമത്തെ പ്രസിഡൻ്റാണ്, ഇന്ത്യയുടെ 5ാമത്തെ പ്രസിഡൻ്റാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയുടെ 5ാമത്തെ പ്രസിഡൻ്റാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ പ്രധാന എതിരാളി ത്രിദീപ് ചൗധരിയാണ്. ത്രിദീപ് ചൗധരിയെ പരാജയപ്പെടുത്തി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി. ആസാം സ്വദേശിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആസാം ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അങ്ങനെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ത്രിദീപ് ചൗധരിയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ പ്രസിഡൻ്റായി. എന്നാൽ ഔദ്യോഗിക പദവിയിലിരുന്ന 1977 ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചു. ഔദ്യോഗിക പദവിയിലിരുന്ന മരണമടഞ്ഞ 2ാമത്തെ പ്രസിഡൻ്റാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഡിഗ്രി ലെവൽ പരീക്ഷയുടെ PSC ചോദ്യം. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയുടെ 6ാമത്തെ രാഷ്ട്രപതി, ഇന്ത്യയുടെ 6ാമത്തെ പ്രസിഡന്റ്, ഇന്ത്യയുടെ 6ാമത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. ഇന്ത്യയുടെ 6ാമത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി വി വി ഗിരിക്കെതിരെ മത്സരിച്ചു പരാജയപ്പെട്ടു. പക്ഷേ 1977 ജനതാ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നീലം സഞ്ജീവ റെഡ്ഡി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. എതിർ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളി. ഇന്ത്യയിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രസിഡന്റാണ് നീലം സഞ്ജീവ റെഡ്ഡി.
എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ പ്രസിഡൻ്റാണ് നീലം സഞ്ജീവ റെഡ്ഡി. ലോക്സഭാ സ്പീക്കറായതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ലോക്സഭാ സ്പീക്കറായതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും ഇന്ത്യയുടെ പ്രസിഡൻ്റായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം വീണ്ടും ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. അടുത്ത ഗ്യാനി സെയിൽ സിംഗ്, ഏഴാമത്തത് ഗ്യാനി സെയിൽ സിംഗ്. പ്രധാന എതിരാളി HR ഖന്ന. ഗ്യാനി സെയിൽ സിംഗ് പ്രധാന എതിരാളി HR ഖന്ന. ഇന്ത്യൻ പ്രസിഡൻ്റായ ആദ്യ സിഖുകാരനാണ് ഗ്യാനി സെയിൽ സിംഗ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോക്കറ്റ് വീറ്റോ അധികാരം പ്രയോഗിച്ച പ്രസിഡൻ്റാണ് ഗ്യാനി സെയിൽ സിംഗ്. ഇന്ത്യയുടെ 8ാമത്തെ പ്രസിഡന്റ് R വെങ്കിട്ടരാമനാണ്. ഇന്ത്യയുടെ 8ാമത്തെ പ്രസിഡന്റ് ആര്? R വെങ്കിട്ടരാമൻ. R വെങ്കിട്ടരാമൻ്റെ പ്രധാന എതിരാളി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അതായത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. പക്ഷേ R വെങ്കിട്ടരാമൻ വിജയിച്ചു. പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി KR നാരായണ. പക്ഷെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. നമ്മളൊരു PSC ചോദ്യം കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ EMS മന്ത്രിസഭയിൽ ഇലക്ട്രിസിറ്റി നിയമവകുപ്പ് മന്ത്രിയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കേരളത്തിലെ ആദ്യത്തെ EMS മന്ത്രിസഭയിൽ ഇലക്ട്രിസിറ്റി നിയമവകുപ്പ് മന്ത്രിയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അതിനുശേഷം അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായി. പിന്നീട് R വെങ്കിട്ടരാമനെതിരെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. ഇന്ത്യയുടെ 9ാമത്തെ പ്രസിഡന്റിലേക്ക് നമ്മൾ കടക്കുന്നു. ഇന്ത്യയുടെ 9ാമത്തെ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയാണ്. ഇന്ത്യയുടെ 9ാമത്തെ പ്രസിഡന്റ് മധ്യപ്രദേശുകാരനായ ശങ്കർ ദയാൽ ശർമ്മയാണ്. റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ്, നിയമവാഴ്ചയും പോലീസും എന്ന കൃതി എഴുതിയ ശങ്കർ ദയാൽ ശർമ്മ. അതായത് ഇന്ത്യയുടെ 9ാമത്തെ പ്രസിഡൻ്റാണ് ശങ്കർ ദയാൽ ശർമ്മ മധ്യപ്രദേശുകാരനാണ്. ശങ്കർ ദയാൽ ശർമ്മയുടെ പ്രധാന എതിരാളി ജോർജ് ഗിൽബർട്ട് സെല്ലാണ്. ഭോപ്പാലിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അതുപോലെ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിയമാധ്യാപകനായിരുന്നു ശങ്കർ ദയാൽ ശർമ്മ. റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ്, നിയമവാഴ്ചയും പോലീസും എന്ന പ്രശസ്തമായ കൃതി രചിച്ചത് ശങ്കർ ദയാൽ ശർമ്മയാണ്. ശങ്കർ ദയാൽ ശർമ്മയ്ക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടത് ജോർജ് ഗിൽബർട്ട് സെല്ലാണ്. ഇന്ത്യയുടെ 10ാമത്തെ പ്രസിഡന്റ് മലയാളിയായ KR നാരായണൻ. ഒരു മലയാളിയെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടുള്ളൂ, KR നാരായണൻ. ഇന്ത്യയുടെ 10ാമത്തെ പ്രസിഡന്റ് KR നാരായണൻ 1997 മുതൽ 2002 വരെ 1997 മുതൽ 2002 വരെ KR നാരായണൻ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. 1997 മുതൽ 2002 വരെ KR നാരായണൻ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. 1997 മുതൽ 2002 വരെ KR നാരായണൻ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. KR നാരായണൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തത് TN ശേഷനെയാണ്. KR നാരായണൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ഒരു മലയാളിയെ തന്നെയാണ്, TN ശേഷൻ. ഇലക്ഷൻ കമ്മീഷൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന TN ശേഷനെ, ഇലക്ഷൻ രംഗത്ത് വൻ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന TN ശേഷനെ ഒരു മലയാളിയെ പരാജയപ്പെടുത്തി മറ്റൊരു മലയാളി ഇന്ത്യയുടെ പ്രസിഡൻ്റായ ഏക മലയാളി KR നാരായണൻ. ഇന്ത്യയുടെ 10ാമത്തെ പ്രസിഡന്റ്. 1997 മുതൽ 2002 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികം ആചരിച്ച 1997 ഇന്ത്യയുടെ പ്രസിഡന്റ് KR നാരായണൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികം ആചരിച്ച 1997 ഇന്ത്യയുടെ പ്രസിഡന്റ് KR നാരായണൻ. അമേരിക്ക, ചൈന, ബർമ്മ, ജപ്പാൻ എന്നിവിടങ്ങളിൽ അംബാസഡറായി പ്രവർത്തിച്ചിരുന്നു KR നാരായണൻ. അതിനുശേഷം
കേരളത്തിലെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്ന് 3 തവണ ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് KR നാരായണൻ. കേരളത്തിലെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്ന് 3 തവണ ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് KR നാരായണൻ. ഇന്ത്യയുടെ 10ാമത്തെ പ്രസിഡന്റ് മലയാളിയായ KR നാരായണൻ പരാജയപ്പെടുത്തിയത് TN ശേഷനെ. ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ് ശാസ്ത്രജ്ഞനായ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ് ശാസ്ത്രജ്ഞനായ APJ അബ്ദുൽ കലാം 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന, പീപ്പിൾ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന, ശാസ്ത്രജ്ഞനായ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം 1 രൂപ മാത്രം പ്രസിഡന്റ് പദവിയിൽ 1 രൂപ മാത്രം ശമ്പളം മേടിച്ച APJ അബ്ദുൽ കലാം. പ്രസിഡന്റ് പദവിയിലിരുന്ന് 1 രൂപ മാത്രം ശമ്പളം മേടിച്ച APJ അബ്ദുൽ കലാം. PSC ചോദ്യം: അഗ്നിച്ചിറകുകൾ എന്ന കൃതി രചിച്ച APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ്. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം പരാജയപ്പെടുത്തിയത് ഒരു മലയാളിയെ തന്നെയാണ്, ലക്ഷ്മി സൈഗാൾ. നമ്മൾ PSC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ ലീഡറാണ് ലക്ഷ്മി മേനോൻ. ആ ലക്ഷ്മി മേനോനാണ് ലക്ഷ്മി സൈഗാൾ, മലയാളിയാണ്. ആ ലക്ഷ്മി സൈഗാളിനെയാണ് പരാജയപ്പെടുത്തി APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡൻ്റായി. ശാസ്ത്രജ്ഞനായ ഇന്ത്യയുടെ പ്രസിഡന്റ്, അഗ്നിച്ചിറകുകൾ എന്ന കൃതി രചിച്ച ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിൽ 1 രൂപ മാത്രം ശമ്പളം മേടിച്ച ഇന്ത്യയുടെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ, ജനങ്ങളുടെ പ്രസിഡൻ്റായ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 12ാമത്തെ പ്രസിഡന്റ് ഇന്ത്യയുടെ 12ാമത്തെ പ്രസിഡന്റ് ആര് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇന്ത്യയുടെ 12ാമത്തെ പ്രസിഡന്റ് പ്രതിഭ പാട്ടീലാണ്. ഇപ്പോഴത്തെ 2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഈ ചോദ്യം ചോദിച്ചു. ഇന്ത്യയുടെ 12ാമത്തെ പ്രസിഡന്റ് ആര്? പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. 2007 മുതൽ 2012 വരെ 2007 മുതൽ 2012 വരെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഭ പാട്ടീൽ പരാജയപ്പെടുത്തിയത് ഭൈരോൺ സിംഗ് ഷെഖാവത്തിനെയാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഭ പാട്ടീൽ പരാജയപ്പെടുത്തിയത് ഭൈരോൺ സിംഗ് ഷെഖാവത്തിനെയാണ്. ഭൈരോൺ സിംഗ് ഷെഖാവത്ത് ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി. PSC ചോദ്യം, ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ചോദ്യം. പ്രതിഭ പാട്ടീൽ 2007 മുതൽ 2012 വരെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു പ്രതിഭ പാട്ടീൽ. മഹാരാഷ്ട്ര സ്വദേശിയാണ്. രാജസ്ഥാൻ്റെ ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ 13ാമത്തെ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി. പശ്ചിമ ബംഗാൾ സ്വദേശിയായ പ്രണബ് കുമാർ മുഖർജിയാണ് ഇന്ത്യയുടെ 13ാമത്തെ രാഷ്ട്രപതി. പ്രധാന എതിരാളി PA സാക്മയെ പരാജയപ്പെടുത്തി പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ പ്രസിഡൻ്റായി. PA സാക്മയെ പരാജയപ്പെടുത്തി പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ പ്രസിഡൻ്റായി. ഇന്ത്യയുടെ 14ാമത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഇന്ത്യയുടെ 14ാമത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഉത്തർപ്രദേശ് സ്വദേശിയാണ്. രാംനാഥ് കോവിന്ദ് പരാജയപ്പെടുത്തിയത് മീരാ കുമാറിനെ പരാജയപ്പെടുത്തി രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 14ാമത്തെ പ്രസിഡൻ്റായി. ആരാണ് മീരാ കുമാർ? അതും PSC ചോദ്യമാണ്. ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിതയാണ് മീരാ കുമാർ. ആ മീരാ കുമാറിനെ പരാജയപ്പെടുത്തി രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി. രാംനാഥ് കോവിന്ദ് 2017 മുതൽ 2022 വരെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. രാംനാഥ് കോവിന്ദ് 2017 മുതൽ 2022 വരെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമു. 2022 മുതൽ 27 വരെയാണ് കാലഘട്ടം. 2022 മുതൽ 27 വരെയാണ് കാലഘട്ടം. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റ് മിക്കവാറും ചോദിക്കാറുണ്ട്, ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ചോദിക്കും. ദ്രൗപദി മുർമു 2022 അധികാരമേറ്റു. പ്രധാന എതിരാളി യശ്വന്ത് സിൻഹ
പ്രധാന എതിരാളി യശ്വന്ത് സിൻഹയെ പരാജയപ്പെടുത്തി ദ്രൗപദി മുർമു 2022 ഇന്ത്യയുടെ പ്രസിഡൻ്റായി. ഇന്ത്യയുടെ നിലവിലെ പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു. ഒഡീഷ സ്വദേശിയാണ്. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്ന്, ആദിവാസി വിഭാഗത്തിൽ നിന്ന്, ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് ദ്രൗപദി മുർമു. ഗോത്ര വിഭാഗത്തിൽ നിന്ന്, ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് ദ്രൗപദി മുർമു, ആദ്യ വ്യക്തിയാണ് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു സന്താൾ വിഭാഗത്തിൽപ്പെടുന്ന വനിതയാണ്. സന്താൾ വിഭാഗത്തിൽപ്പെടുന്നതാണ് ദ്രൗപദി മുർമു. ഒഡീഷയിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട്. ജാർഖണ്ഡിൻ്റെ ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ, ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യയുടെ നിലവിലെ പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു. യശ്വന്ത് സിൻഹയെ പരാജയപ്പെടുത്തി ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസിഡൻ്റായി. ഇന്ത്യയിലെ 56 കേന്ദ്ര യൂണിവേഴ്സിറ്റികളുണ്ട്. ഇന്ത്യയിലെ 56 സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇന്ത്യയിലെ 56 കേന്ദ്ര യൂണിവേഴ്സിറ്റികളുടെയും വിസിറ്റർ ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഇന്ത്യയിൽ 56 കേന്ദ്ര സർവകലാശാലകളുണ്ട്. ഇന്ത്യയിൽ 56 കേന്ദ്ര സർവകലാശാലകളുടെയും വിസിറ്റർ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. ഒരു PSC ചോദ്യം, ഡിഗ്രി ലെവലിലുള്ള ഒരു PSC ചോദ്യം ഇങ്ങനെയാണ്: കാസർഗോട്ടെ കേന്ദ്ര സർവകലാശാലയുടെ വിസിറ്റർ ആയിരുന്നു? കേരളത്തിലെ കാസർഗോട്ടെ കേന്ദ്ര സർവകലാശാലയുടെ വിസിറ്ററാണ്. ആൻസർ ദ്രൗപദി മുർമു. കാര്യം എന്താണ്? ഇന്ത്യയിൽ 56 കേന്ദ്ര സർവകലാശാലകളുണ്ട്. ഈ 56 കേന്ദ്ര സർവകലാശാലകളുടെയും വിസിറ്റർ ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അത് നമ്മൾ ഓർത്തു വെക്കണം. അന്നേരം നിലവിലെ PSC പരീക്ഷയിൽ വന്ന ചോദ്യം, കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ നിലവിലെ വിസിറ്ററാണ് ദ്രൗപദി മുർമു, ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ്. അന്നേരം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒരു ഡിഗ്രി ലെവൽ ഓറിയൻറ്റേഷനിൽ പോയൊരു ക്ലാസ്സാണ്. ഞാൻ വളരെ ചെറിയ സമയം കൊണ്ട് ഇപ്പോഴത്തെ പുതിയ രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടണമെന്നുള്ളത് വെച്ചിട്ടാണ് ഇത് പോയത്. കാര്യം അതുകൊണ്ട് ആ ഓർഡർ വെച്ച് പഠിപ്പിച്ചത്. ആ ഓർഡറാണ് നേരത്തെ പോലെ ചോദ്യം മാത്രമല്ല, ആ ഓർഡർ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ PSC പരീക്ഷയിലൊക്കെ ചോദ്യം വരുന്നത്. നമുക്ക് ഡിഗ്രി ലെവലിൻ്റെ ഇതേപോലെ PSC ചോദിക്കുന്ന മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങളൊരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഡിഗ്രി ലെവലിൻ്റെ ക്ലാസ് ഓർഡറായിട്ട് വരും. അന്നേരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.